നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ നടത്തിയ ജനകീയ തെരച്ചിലിൽ ആനയടി കാപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാനായില്ല. തെരച്ചിലിറങ്ങിയ 8 പേരെയും അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ PPE കിറ്റ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നൽകാത്തതിനാൽ മൃതദേഹം കൊണ്ടുവരാനായില്ലെന്ന് സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു. രാവിലെ കണ്ടെത്തിയ 4 മൃതദേഹങ്ങളാണ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മാറ്റാൻ കഴിയാതെ വന്നത്. PPE കിറ്റ് നൽകിയില്ല, കവറുകളും ഗ്ലൗസും മാത്രമാണ് നൽകിയത്. അതുപയോഗിച്ച് മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ ആകില്ലെന്ന് തങ്ങൾ അറിയിച്ചതായും സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചു. 4 മൃതദേഹങ്ങളും ഇപ്പോഴും സൂചിപ്പാറയ്ക്ക് താഴെയുള്ള സ്ഥലത്ത് തന്നെയാണുള്ളത്. ഇവ അഴുകിയ നിലയിലാണെന്നും സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചു. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി ജില്ലാ ഭരണകൂടം രംഗത്തെത്തി. സമയം വൈകിയതിനാൽ മൃതദേഹങ്ങൾ ഇന്ന് എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നും ജില്ലാ ഭരണകൂടം പ്രതികരിച്ചു. നാളെ എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്നും കളക്ടറുടെ ഓഫീസ് അറിയിക്കുന്നു. രാവിലെ 9:50ഓടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയ വിവരം സന്നദ്ധ പ്രവർത്തകർ അധികൃതരെ അറിയിച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 11ാം നാൾ പിന്നിടുമ്പോൾ ജനകീയ തെരച്ചിലാണ് 4 മൃതദേഹം കണ്ടെത്തിയത്. സൂചിപ്പാറയിലെ ദുർഘട മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ദുരന്ത മേഖലയിൽ ഇന്നത്തെ ജനകീയ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഞായറാഴ്ച വീണ്ടും തുടരും. കാണാതായത് 133 പേരെന്നാണ് ഔദ്യോഗിക കണക്ക്. ജനകീയ തെരച്ചിൽ നടന്ന മേഖലയിൽ നിന്ന് മൃതദേഹങ്ങളൊന്നും കണ്ടെത്താനായില്ല. ഒരു ഭാഗത്ത് ജനകീയ തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് സൂചിപ്പാറയിൽ അപകട സാധ്യത കൂടിയ സ്ഥലത്ത് നിന്ന് സന്നദ്ധ പ്രവർത്തകരും ദൌത്യ സംഘവും ചേർന്ന് ശ്രമകരമായ ദൌത്യത്തിലൂടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. NDRF, ഫയർഫോഴ്സ്, പോലീസ് വിഭാഗങ്ങൾക്കൊപ്പം റവന്യൂ വകുപ്പ് ജീവനക്കാരും പ്രദേശവാസികളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരുമാണ് ജനകീയ തെരച്ചിലിൽ അണിനിരുന്നത്. ദുരന്തത്തിൽ കാണാതായ പരമാവധി ആളുകളുടെയും കണ്ടെത്താൻ സാധ്യമായ എല്ലാ വഴികളിലൂടെയും ശ്രമിക്കുകയെന്ന ദൌത്യവുമായാണ് ജനകീയ തെരച്ചിൽ നടന്നത്. ഇന്ന് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരുന്നു തെരച്ചിൽ. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരിൽ രജിസ്റ്റർ ചെയ്ത 190 പേരും തെരച്ചിൽ സംഘത്തോടൊപ്പം ചേർന്നു. ഇവരെ അതിരാവിലെ സ്ഥലത്ത് എത്തിച്ചാണ് ജനകീയ തെരച്ചിൽ തുടങ്ങിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ ടൗൺ ഭാഗം, ചൂരൽമല സ്കൂൾ റോഡ് എന്നിവിടങ്ങളിലെല്ലാം പ്രത്യേക വിഭാഗങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തിയത്. പുഞ്ചിരിമട്ടത്തെ തകർന്ന വീടുകൾക്കരികിൽ ആദ്യമെത്തിയ സംഘത്തോടൊപ്പം ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഉണ്ടായിരുന്നു. ഉത്തരമേഖല IG K. സേതുരാമൻ തെരച്ചിൽ സംഘത്തിന് നേതൃത്വം നൽകി. കാണാതായവരുടെ ബന്ധുക്കളും പ്രദേശവാസികളും ജനപ്രതിനിധികളും ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലും ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം വിശദമായ പരിശോധന നടത്തിയിരുന്നു. സംശയമുള്ള ഇടങ്ങൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കി പരിശോധിച്ചു. പോലീസ് ഡോഗ് സ്ക്വാഡിനെയും തെരച്ചിൽ ഉപയോഗിച്ചു. ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ പട്ടിക പ്രകാരം ദുരന്തത്തിൽ കാണാതായ 131 പേരാണുള്ളത്. ഇവരെയും കണ്ടെത്താനുള്ള പരിശ്രമങ്ങളാണ് മുന്നേറുന്നത്.